എന്തിനാണ് ഇവൻ എന്നെ നോക്കി പേടിപ്പിക്കണേ? പിന്നെ ആരാന്ന് പോലും അറിയാത്ത തന്റെ ഡോഗ് എടുക്കുമ്പോ അവൻ നോക്കില്ലേ? അവ നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് തരാം. ആഹാ, നമ്മളില്ല, നീ ഒറ്റയ്ക്ക്. പ്ലീസ് ഒന്നും ആടാ, ഒന്നും പറയണ്ട, നീ ഒറ്റയ്ക്ക് പോയി കൊടുത്താ മതി. അല്ലടാ സച്ചു? ആ അതെ. ഓ അല്ലേലും നിങ്ങൾ വരണം, ഞാൻ തന്നെ പോയി കൊടുത്തോളാം. വലിയ കുറ്റമൊന്നുമല്ലല്ലോ അവൻ ചെയ്തത്. ഇത് നിന്റെ ഡോഗാണോ? ഇവനെന്തൊന്നും പറയാത്. അത് ഞാൻ അവിടെ കണ്ടപ്പോ വെറുതെ എടുത്തതാ. നന്ദി കൊണ്ടുപോയിക്കോ. ഷെടാ ഇച്ചക്കൊന്നും പറയുന്നില്ലല്ലോ. ഇനി ഓമ്മയിരിക്കോ? ഇങ്ങ് തരാൻ നോക്ക്. ഓ ഇത് കടിക്കോ? എന്ത് സാധനടാ, അതിന്റെ വഴിയിരുന്ന പഴം കുത്തി കിട്ടി വെച്ചിരിക്കണോ? അല്ലെങ്കിൽ ഒന്ന് മയത്തിൽ പറഞ്ഞെന്താ? സാരില്ല, പോട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ എനിക്ക് തന്നെ വിഷമം, നമുക്ക് വീട്ടിൽ പോവാം. ഇത് എവിടെ നീ ചിരി? കൊള്ളാം. അല്ലടാ അത് പിന്നെ ഈ നമ്മുടെ കൂടെ വീട്ടാന്നല്ലോ. എവിടെ പോയി? പട്ടാപ്പകല് കിഡ്നാപ്പാ? ആ ഇവിടെ എന്തായിരുന്നു? ഡാ മോനിവിടെ ആരെയും നോക്കി നിക്കുക? ഒന്നുമില്ല. സത്യം പറയടാ, ആരാടാ അവിടെ? ആരും ഇല്ലാന്ന്, നമുക്ക് പോവാ. അമ്മ ഞങ്ങള് വന്നു. ഓ മണം തണ്ടാൻ പോയിട്ട് വന്നാ? അബിയേട്ട എപ്പ എത്തി? ഞാനൊക്കെ എത്തിയിട്ട് കുറെ നേരമായി. പിന്നെ അമ്മ പറഞ്ഞു നിങ്ങൾ മൂന്നെണ്ണം കൂടാണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ലല്ലോ നിങ്ങള്. അത് ഞങ്ങള് വേറെ കുറെ വഴി കൊടുക്ക പോയായിരുന്നു. എന്തായാലും ഇന്റർവ്യൂ ഉണ്ടായതല്ലേ, ലക്ഷണം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കാൻ പോയത്. എനിക്കാണെങ്കിൽ എന്നെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ ഈ ഇൻട്രോഡ്യൂഷൻ എല്ലാതും പാടെ എന്റെ മുഖത്തേക്കുള്ള നത്ത് നോക്കിയിട്ട് അവൾ നോക്കിയിരിക്കുക. പിന്നെ അവർക്ക് കേട്ടെന്ന് കാണണ്ടേ? അത് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടൂടെ? ഇത് വല്ല കല്ല് പിടിങ്ങിയ പോലെ നിക്കുക. ശരി ശരി, ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. കിട്ടുമായിരിക്കും. കിട്ടണല്ലോ. എന്നാ നമ്മളെല്ലാരും കൂടെ അകത്തോട്ട് കയറി, ഞാൻ ചായ എടുക്കാം. എന്നാലും അവൻ ആരായിരിക്കും? അജുനോട് ചോദിച്ചാലോ? ചിലപ്പോ അവൻ അറിയില്ലെങ്കിലോ? അല്ലേ ചോദിക്കണേനെന്താ? എടാ അജു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോ, ഇപ്പത്തെ അങ്ങനൊക്കെ പറയാല്ലേ. ഇതില്ലേ, നിനക്ക് ആ ചെക്കൻ അറിയോ? ഏത് ചെക്കൻ? നമ്മൾ നടക്കാൻ പോയപ്പോ കണ്ടില്ലേ അവന്? ഓ അവൻ. ആ അവനല്ലേ, നിനക്കറിയോ? അറിയില്ല. അവിടെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണേ, പറ. എടാ എനിക്ക് അറിയില്ലാന്ന്, ഞാൻ അവനെ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. ശരി. ആടാ നമുക്ക് ഇന്നത്തോടെ നടക്കാൻ പോവാം. ഇന്നും പോണോ? ആ അതെ, ഇന്ന് മാത്രല്ല ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ പോകും. എന്തിന്? എനിക്കൊന്നും വരും. നീ വേണം ചൊറ്റിക്കൊണ്ട് പോയാൽ മതി. വേണമെങ്കിൽ അച്ഛനെയും കൂട്ടിക്കോ. ഇല്ല, നീ വരും, നമ്മൾ പോവും. എടാ നിനക്ക് നടക്കാൻ പോയ പോലെ, നീ അജുനെ വിളിച്ചോ, അവൻ വരും. അജു വരും, നീയും വരും, നമ്മൾ മൂന്നുപേരും ഒപ്പേ പോവും. എടാ അജു ഒന്ന് പറയടാ. നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് വരാൻ നോക്ക്. നീ എന്തായാലും വായോ, നമുക്ക് പോയിട്ട് വരാം. എവിടെ ചെക്കൻ? പുറത്തൊന്നും കാണാനില്ലല്ലോ. ഇവനിത് ആരെയും നോക്കണം. കണ്ട് കണ്ട്. ഓഹോ അപ്പടിയാ. നീ എന്തിനടി വെറുതെ ചിരിക്കുന്നേ? ആര് ചിരിച്ചു? ഇപ്പൊ ചിരിച്ചു? എനിക്ക് തോന്നിയതാവും. എന്നിട്ട് ഞാൻ കണ്ടല്ലോ. ഞാനും ചിരിച്ചില്ല, നീ പോയേ. അപ്പൊ ഞാൻ എന്നാ പൊട്ടനാ? അത് ഞങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ. ഞാനിന്ന് എടാ ജോ രക്ഷിക്കടാ, എനിക്കൊന്നും വയ്യ. എന്റെ എന്ത് പറഞ്ഞടാ? ഇതെന്താ, ഞാൻ വീട്ടിലാത്തോണ്ട് ഒരു ഇതുമില്ല, ഒച്ച എനക്കില്ല എന്നൊക്കെ. ഇതെന്താടാ അവൻ ഇങ്ങനെ ഇരിക്കുന്നത്? അവന്റെ കാറ്റ് പോയാ? അത് കുറെ നേരം ആയിരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇവനക്ക് ഇടയായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഒറ്റക്ക് എന്നിട്ട് ആലോചനയും ചിരിയും. ഭ്രാന്തായോടാ? എനിക്കും സംശയം ഇല്ലാതെ ഇല്ല. നീ എന്നെ അപ്പുറത്തുള്ള പില്ലോ കൊടുക്ക്, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്താടാ മനുഷ്യൻ പഠിപ്പിക്കാനായിട്ട്? അല്ലേ, നീ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടേ. അതിന് ഞാൻ ചത്തിട്ടൊന്നുമില്ല. എന്നാലേ നമ്മുടെ സ്വത്ത് പറഞ്ഞാ നീ ആരെ കുറിച്ചാണ് ആലോചിക്കുന്നേ? എന്താലോചിക്കേ? ഒന്ന് പോയുടെ ചക്ക, ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഇല്ലായ്മയൊന്നും ഇല്ല. എവിടെയെങ്കിലും പോയിട്ട് സാരിക്കും, പിന്നെ പൊരിഞ്ഞ ആലോചിച്ചില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു ഓഞ്ഞ ചിരി. ഞങ്ങള് കാണുന്നതൊന്നും വിചാരിക്കണ്ട. സത്യം പറഞ്ഞോ, ആരെ കുറിച്ച് നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഏട്ടാ ഇത് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ പുതപ്പിക്കും. ഉണ്ട്, ആലോചിക്കുന്നുണ്ട്.
അത് ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മൾ രണ്ടുപേരും പിന്നെ ബാക്കിയുള്ളവർക്ക് അവിടെ, അജു മാത്രം അവിടെ ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക, എന്നാ പിന്നെ ഞാനും പ്ലസ് വണ്ണില് ഇവിടെ നിന്ന് പഠിച്ചാലോ അജുവിന്റെ കൂടെയെന്ന്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? അതിന് ഞാൻ മാത്രല്ലല്ലോ, അവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവിടെ. എന്നാലും ആ ഇതാ പറഞ്ഞതില് ഞാൻ ബാച്ചുവിന്റെ കൂടെയാ. എങ്കിൽ ശരി, ഇനി ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല. എന്നാ പിന്നെ നീയും പോരെ, നമുക്ക് ഇവിടുന്ന് പോവാം. ഞാനൊന്നുമില്ല, ഞാൻ അവിടെ പോയിക്കോളാം. ഓ നിനക്ക് കെവിനായിട്ടൊന്ന് മിസ് ചെയ്യല്ലേ? ദേജു വെറുതെ ദേഷ്യം പഠിപ്പിക്കല്ലേ. സത്യല്ല ഞാൻ പറയണേ, എനിക്ക് കെവിനായിട്ടതിനെ കാണണ്ടേ? നീ വിളിച്ചോ അങ്ങോട്ട്? വേണ്ട ഇല്ലല്ലോ, ഞാൻ വിളിച്ചായിരുന്നു. വിളിക്ക്, സംസാരിക്കടാ. നീ ഒന്ന് പോയി കുറച്ച് പ്രാന്താക്കാനായിട്ട്, അവൻ എന്റെ ആരുമല്ല. അയ്യോ അങ്ങനൊന്നും പറഞ്ഞൂടാ. എന്നാ പിന്നെ നീ എന്നെ അങ്ങോട്ട് കൊല്ല്. സച്ചു എന്തൊക്കെയാ നീ പറയണേ? ഞാൻ കടക്കാൻ പോവാ. ഓ ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടു. വേണ്ടട ചക്ക, വേണ്ട ശരിക്കണോ? നീ എന്തിനാ എപ്പോഴും എന്റെ മുഖത്തേക്ക് നിക്കണേ? എന്താടാ, എനിക്ക് ഇതിന്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചിരിച്ചെന്താ, ആർക്കും നഷ്ടം? എന്തൊക്കെ ചിരിക്കാനും പാടില്ലേ? ചിരിച്ചോ ചിരിച്ചോ. എടാ അജു, അപ്പൊ നിനക്ക് ചെറുതൊന്നുമില്ല, ഏതോ കൂടിയായിരുന്നു. ഭ്രാന്ത നിനക്ക്. ഓ കേട്ടോ സച്ചു, നീ അത് വിട് കേട്ടോ. ഞാൻ വെറുതെ ഇത് തമാശക്ക് കാണിച്ച. തമാശക്കോ? നീ എന്താടാ അന്യം കളിക്ക്? എനിക്ക് വയ്യ, എന്തൊക്കെ കാണണം. വെളിവില്ലാണ്ടൊന്നും ചിരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അവന്മാരും കാരണം പിന്നെ പറയണ്ട. എന്നാ പിന്നെ എന്നെ കുയിലോട്ട് ഇറക്കും വേദം. സ്നേഹക്കൂടുതൽ കാരണം ഇവരെ പോയി പറയും. എന്റെ പണി കിട്ടാൻ പോണെന്ന് മൊത്തം എനിക്കായിരിക്കും. എന്താടാ നീ ചെയ്യണേ? മറ്റന്നാ നമ്മൾ തിരിച്ചു പോവല്ലേ, അതുകൊണ്ട് ഡ്രസ്സൊക്കെ മടക്കി വെക്കായിരുന്നു. ഇവരുടെ കുളി ഇനിയും കഴിഞ്ഞില്ലേ? അത് കുറെ നേരമായി കുളിക്കാൻ കയറുന്നിട്ട്. പിന്നെ നമുക്കറിയാലോ, ബാത്റൂം കയറുമ്പോഴല്ലേ അവൻ്റെ ഉള്ളിലെ കലാകാരൻ ഉണരുന്നത്. ഇനി അത് ഉറങ്ങട്ടെ, അപ്പൊ ഇറങ്ങി വന്നോളൂ. പിന്നെ ഞാൻ കുറെ നിന്നോടൊരു കാര്യം ചോദിക്കണം വേണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അത് നീയായിട്ടെന്നെ പറയും എന്ന് വിചാരിച്ചു. അത് കാണാത്തോണ്ട് ഞാൻ തന്നെ ചോദിക്കാന്ന് വെച്ചു. ഇവൻ എന്തിന് ഇത്ര വെയിറ്റ് ഒക്കെ ഇട്ട് പറയണ്? എനിക്കെല്ലോ അറിഞ്ഞോ? ഡാ നീ കേക്കണില്ലേ? ഓ ഉണ്ട്, നീ പറഞ്ഞു. ഞാനെന്താ പറയാൻ പോണേന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഇത് എനിക്കിട്ടുള്ള പണി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ടൊന്നും കാര്യം പറയാം. നിനക്ക് അവനെ ഇഷ്ടല്ലേ? ഇവനെ അത് പേരിപ്പോ എനിക്കറിയില്ല, എന്നാലും ഞാൻ ആര് പറഞ്ഞ എനിക്ക് അറിയാലോ. പിന്നെന്താ നീ എന്തിന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? നീ പറഞ്ഞേ പറ്റൂ, എന്റെ വായിൽ നിന്നൊക്കെ ഇത് കേൾക്കണം. ഓക്കെ ഫൈൻ, ഞാൻ പറയാം. പക്ഷെ നീ സച്ചിനോട് പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. അതെ, എനിക്കാണ് ഇഷ്ടം. ഓ റിയലി? സച്ച് വരട്ടെ, ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അവിടെ കള്ളക്കളി കളിക്കരുത്, എന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഓ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുവോ? എന്താടാ ജോ, പ്ലീസ് പറയില്ലടാ. അത് ഞാൻ ആലോചിക്കാം. എടാ അത് ഞാൻ എന്തായാലും സച്ചിനോട് പറയും. ഇനി എപ്പോ പറയാനാ? അത് ഞാൻ നാളെ പറയാം. ആ എന്താണ് രണ്ടാളുടെ പരിപാടി? ഞങ്ങള് നിന്നെ കുറിച്ച് പരദൂഷണം പറയായിരുന്നു. എനിക്കെപ്പോഴേ തോന്നി. ഇവിടെ പിന്നെ ചിലവരൊക്കെ കിട്ടിയതുകൊണ്ടേ നമ്മളെയൊക്കെ വേണോന്നാവോ? അതെന്താടാ അജു അങ്ങനെ ടോക്ക്? അതെനിക്കിട്ടാണോ അതോ പാച്ചുവിനിട്ടോ? അതൊക്കെ നീ വഴി അറിഞ്ഞോളൂ. ഓക്കെ, സമയം പറഞ്ഞാൽ മതി, എനിക്കിപ്പോ ഇത് എടുക്കുവൊന്നുമില്ല. അങ്ങനെ നാളെ നമ്മൾ തിരിച്ച് അങ്ങോട്ട്. ഇനി ബാക്കി പൊളിച്ചെടുക്കല് അവിടെയാവാം. ഡാ പാച്ചു, ഡാ എന്താ നീ പറയണില്ല അവനോട്? ഇപ്പൊ പറയണോ? പിന്നെ അല്ലാണ്ട് നീ മൈച്ചേക്ക് പറയാണ്ട് ഞാൻ പറയും. വേണ്ട ഞാൻ പറഞ്ഞോളാം. സച്ചു, എനിക്ക് എന്നോടൊരു സീക്രട്ട് പറയാനുണ്ട്. പറയ്. നിനക്ക് എന്നെ കൊണ്ടിട്ട് വലിയ ചേഞ്ച് വന്നു തോന്നുന്നുണ്ടോ ഇപ്പൊ? അതൊക്കെ ഇത്ര ചോദിക്കാണ്ടോ? നിന്നെ ഇത്ര ദിവസത്തെ കാട്ടിക്കുട്ടി കണ്ടറിയാം. എനിക്ക് പ്ലാന്റ് വന്നു. എന്നാലും ഇനി ഇത് അറിയണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞത് പറഞ്ഞ. അത് എന്താന്ന് വെച്ചാല് എനിക്ക് നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്കൊരാൾ ഇഷ്ടാ. വെറുതെ അല്ല, അപ്പീനടെ കൂടി പരിപാടി ഉണ്ടായിരുന്നില്ലടാ. സാച്ചു, ഞാൻ ചുമ്മാ പറഞ്ഞാടാ. നീ നിക്കാറിൽ ഇഷ്ടമാണെങ്കിൽ തന്നെ നമ്മൾ സപ്പോർട്ടായിരിക്കും. ശരിക്കും
പിന്നെ അല്ലാണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടാവും. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. നാളെ നമ്മൾ എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരും. പക്ഷെ ഞാൻ എന്തായാലും വരാൻ പോകണില്ല. അപ്പം പോണിന് മുന്നേ നമുക്ക് അവനോടൊന്ന് പറഞ്ഞിട്ട് പോവാം. എപ്പോഴൊന്നും പറയണ്ട. പറ്റില്ല, പിന്നത്തേക്ക് എടുത്തേക്കൊണ്ടേ ശരിയല്ല. നമുക്ക് ഇന്ന് വൈകുന്നേരം കൂടി നടക്കുമ്പോ എന്നിട്ട് അങ്ങോട്ട് പോയി പറയാം. ഞാൻ പറയില്ല, എനിക്ക് പേടിയാ. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ ഉണ്ടാകും കൂടെ. നീ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പോയി പറഞ്ഞാൽ മതി. നാളെ ചെക്കനോട് ഇഷ്ടമെന്ന് പറയുമ്പം ഞങ്ങൾ സെറ്റാക്കി തരാണ്ട്. പിന്നെ ഇതാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഞങ്ങളടുത്ത് ഇത്ര ദിവസം പറയേണ്ടിരുന്നത്. ഏയ് അങ്ങനൊന്നും പറയില്ലടാ, അവനക്ക് നിന്നെ ഇഷ്ടാവും. ഞങ്ങൾക്കറിയില്ല നിന്നെ. പക്ഷെ അവനക്കറിയില്ലല്ലോ. അവനിപ്പോ യെസ് പറയുന്ന എന്തോ അത്ര ഉറപ്പ്. യെസ് പറഞ്ഞാലും ഇല്ലേലും നീ +1 നീ ഇവിടെ തന്നെ ഇല്ലേ? നീ വളക്കി. എനിക്ക് വളക്കലൊന്നും അറിഞ്ഞൂടാ. ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന്. എന്നാല് പോയി പറയണമെന്ന് എനിക്ക് വയ്യ. ഞാൻ വേണിച്ച ഒരു ലെറ്ററിൽ എഴുതി കൊടുത്താ പോരെ? അത് നിന്റെ ഇഷ്ടം. ഇതേടാ അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്, നീ പോയി വിളിക്ക്. എന്ത് വിളിച്ചിട്ടൊന്നും എനിക്ക് വയ്യ. അവൻ വരട്ടെ. പിന്നെ നിന്നെ വിളിക്കാൻ അവിടെ നിങ്ങോട്ട് വരികയല്ല. നീ പോയി വിളിക്കടാ, എന്നാലല്ലേ എനിക്ക് അറിയൂ. എന്നാ പിന്നെ ഞങ്ങളെ വിളിക്ക്, എനിക്ക് വയ്യ. ചേട്ടാ ഇതിപ്പോ ഞങ്ങളുടെ ആവശ്യമാണോ നിന്റെ ആവശ്യമോ? നിങ്ങളല്ലേ ഇന്ന് പറയണം കൊണ്ട് വിളിച്ചോണ്ട് വന്നു. നമ്മളിവിടെ നിന്ന് വട്ടം കറങ്ങി കഴിഞ്ഞാലേ അവൻ വേറെ വല്ലതും വിചാരിക്കും. ഇത് പിന്നെയും ചെക്കൻ കണ്ണുവിട്ട് നോക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഈ മതിൽ വെച്ചോ. എന്നിട്ട് അവനോട് എടുത്ത് വായിക്കാനെങ്കിലും പറ. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. നീ എങ്ങോട്ടാ എടുത്ത് വായിക്കാൻ പറ അവനോട്. ആ ശരി ശരി. കണ്ടോ അവിടെ നോട്ടം കണ്ടോ? എനിക്കൊന്നും വയ്യ. ഈ ചെക്കനത് തോലയ്ക്കും. അതെ, ഇതിനടുത്ത് വായിക്ക്. വിട്ടോ സ്ഥലം വിട്ടോ. ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് കാണാം ഇതിന്റെ റിസൾട്ട്. എടാ ഓടിപ്പോ പിന്നെ പറയണ്ടേ? ഇക്കടെ ഞാനുണ്ട്.